എന്താണെന്നറിയാമോ, അച്ചുവിൻ്റെ മുഖത്ത് നല്ല ക്ഷീണം. ആക്ച്വലി അവളിന്ന് രാവിലെ ഫ്രണ്ട്സുമായിട്ട് പൊന്മുടി ട്രിപ്പ് പോയേക്കുമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് രാത്രി നമുക്ക് ക്രിസ്റ്റഫർ നോളൻ്റെ ഓഡിസി കാണാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 10 മണിക്കാണേ ഷോ. ലുലു PVR ഒന്ന് ഇറങ്ങി വരുമോ? ഇങ്ങനെ ഉറക്കം തൂങ്ങിയാണെങ്കിൽ നമ്മൾ സമയത്തിനോട് എത്തില്ല. ആക്ച്വലി ക്രിസ്റ്റഫർ നോളൻ്റെ ഓഡിസി ഒരു ഐമാക്സ് മൂവിയാണ്. പക്ഷേ ഈ ഐമാക്സ് എന്താ, ക്രിസ്റ്റഫർ നോളൻ എന്താ എന്നറിയാത്ത അച്ചുവിന് ഇതൊന്നും ഒരു വിഷയമേ അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയേ ഐമാക്സ്. ഐമാക്സിൽ ആക്ച്വലി ഫുള്ളായിരുന്നു. ടിക്കറ്റ് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ഒരു 10 ഡേയ്സത്തേക്ക് ഫുൾ ബുക്കിംഗ്. എനിക്കാണെങ്കിൽ ആൾക്കാരൊക്കെ പറഞ്ഞ് ഹൈപ്പ് വെച്ചിട്ട് ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. ലുലുവിലെടുക്കാൻ കാരണം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കൂടെ അങ്ങ് നടക്കുമല്ലോ, അതുകൊണ്ടാണ് PVR ചൂസ് ചെയ്തത്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ട്രിവാൻഡ്രം ലുലു ആക്ച്വലി എന്തൊരു വലുപ്പമല്ലേ. കാറിൽ തന്നെ അതിൻ്റെ മുമ്പിൽ കൂടി പോകാനൊരു 10 മിനിറ്റ് എടുക്കും. നമ്മൾ പാർക്ക് ചെയ്തപ്പോൾ പാർക്കിങ്ങൊക്കെ ഫുള്ളായിരുന്നു. അച്ചു ഭയങ്കര ടയർഡാണ്. ഇത് കണ്ടിട്ട് എനിക്കാണെങ്കിൽ സഹിക്കുന്നില്ല. കാരണം ഇങ്ങനെ അവൾ തിയേറ്ററിൽ പോയിരുന്ന ഓൾറെഡി ഇംഗ്ലീഷ് മൂവിയാണ്, ഉറങ്ങാനുള്ള ചാൻസ് ഒരു 90% ഉണ്ട്. ലുലുവിനകത്ത് എന്തോ ഫ്ലാറ്റ് എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവളുടെ ക്ഷീണം മാറ്റാതെ ഒരു രക്ഷയില്ല. നേരെ സ്റ്റാർബക്സിൽ കയറി ഒരു കോഫി വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. സ്റ്റാർബക്സ് ആയതുകൊണ്ട് സാധനം വേഗം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കയറിയത്. കാരണം ഷോ തുടങ്ങാൻ ഇനി ഓൾമോസ്റ്റ് 20 മിനിറ്റ്സേ ഉള്ളൂ. അച്ചു ചിരിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും എനർജി ഒന്നുമില്ല. അപ്പം നമ്മളൊരു കോൾഡ് കോഫിയും ഒരു ചിക്കൻ സാലഡ് സാൻഡ്വിച്ചുമാണ് പറഞ്ഞേ. ആക്ച്വലി കോഫി കുടിച്ച് കഴിഞ്ഞപ്പോൾ അച്ചു നല്ല ഉന്മേഷമായി കേട്ടോ. നമ്മൾ നേരെ നമ്മുടെ സ്ക്രീനിലോട്ട് പോയി. ഇതാണ് PVR സ്ക്രീൻ 8. ആക്ച്വലി ഒരു വൈഡ് സ്ക്രീൻ പ്രതീക്ഷിച്ചാണ് ഞാൻ പോയെങ്കിലും നല്ലൊരു ഫ്ലാറ്റ് സ്ക്രീൻ കിട്ടിയതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അധികം ഒന്നും മിസ്സായില്ല. ഞാൻ ഒരുപാട് ലെന്ത് പ്രതീക്ഷിച്ചെങ്കിലും ആക്ച്വലി ഒരു ഷോർട്ട് മൂവി ആയിട്ട് തോന്നി. ഒരു 2.5 hours 1 o'clock ആയപ്പോൾ നമ്മുടെ മൂവി കഴിഞ്ഞു കേട്ടോ. ദ മോസ്റ്റ് സർപ്രൈസിങ് തിങ് എന്താണെന്ന് വെച്ചാൽ ഈ മൂവിക്കകത്ത് അച്ചു ഒട്ടും തന്നെ ഉറങ്ങിയില്ല. അത് കോഫിയുടെ ആണോ അതോ അല്ല, കോഫിയുടെ അല്ല. ദ മൂവി വാസ് ജസ്റ്റ് ബ്രില്യൻറ്റ്. ഹാറ്റ്സ് ഓഫ് ടു ക്രിസ്റ്റഫർ നോളൻ ആൻഡ് ദ ടീം. ടോം ഹോളണ്ട് ആയാലും മാറ്റ് ഡേമൺ ആയാലും എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ വിഷ്വൽസ് ജസ്റ്റ് ബ്രെത്ത് ടേക്കിങ്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ, പറ്റുമെങ്കിൽ ഐമാക്സിൽ. അപ്പോൾ നമ്മൾ വീടെത്തി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.